നമ്മുടെ വാഹനങ്ങളിലെ എ സി വൈദ്യുതി ഉണ്ടാക്കുന്ന ജനറേറ്ററായ അൾട്ടർനേറ്ററിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഭാഗങ്ങൾ, അതിൻ്റെ വർക്കിംഗ്, റെക്ടിഫിക്കേഷന്, റെഗുലേറ്റർ ഇതെല്ലാം ഉണ്ട് അതിൽ. ആദ്യം ഇതിൻ്റെ ഭാഗം ഒരു പുള്ളിയുണ്ട്. പുള്ളി നമ്മുടെ എൻജിനുമായി ബന്ധിപ്പിച്ച് കറങ്ങാൻ വേണ്ടിയിട്ടാണ്. എൻജിനിൽ നമ്മുടെ പെട്രോളിൻ്റെ കെമിക്കൽ എനർജിനെ ഹീറ്റ് എനർജിയാക്കി കൺവേർട്ട് ചെയ്തിട്ട് അത് മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യും. അതാണ് ഈ ഷാഫ്റ്റിനെ, പുള്ളീനെ തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ രണ്ട് കേസ് ഉണ്ട് പുറത്ത്, രണ്ട് ഭാഗങ്ങളാക്കിയിട്ട്. നമ്മൾ അലുമിനിയം കൊണ്ട് എന്ന് പറഞ്ഞില്ലേ, താപത്തെ പെട്ടെന്ന് കടത്തിവിടാൻ. പിന്നെ അകാന്തിക വസ്തു ആയത് കാരണം ആ കാന്തിക ഫീൽഡിന് ഡിസ്റ്റർബ് ഉണ്ടാവില്ല. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടാണ് പറഞ്ഞില്ലേ. അത് രണ്ട് ഭാഗമാക്കിയിട്ട് ഫ്രണ്ട് ബ്രാക്കറ്റും റിയർ ബ്രാക്കറ്റും ആയിട്ട് നമ്മൾ നെട്ടും ബോൾട്ടും വെച്ച് ഉറപ്പിക്കും. ഇനി അതിൻ്റെ പുറത്ത് വാട്ടർ കേസ് ആക്കിയിട്ട് കണ്ടോ, നല്ല ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ റെക്ടിഫയറും റെഗുലേറ്ററും വെക്കും. മെയിൻ ബോഡിയിൽ നിങ്ങൾക്ക് സ്ലോട്ട് കാണാം. ആ സ്ലോട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഉണ്ടാകുന്ന ചൂടൊക്കെ ബോണറ്റിൻ്റെ അടിയിലാവില്ല ചില വണ്ടിയിൽ, അപ്പോൾ ഉണ്ടാകുന്ന ചൂടൊക്കെ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉള്ളിൽ കാണുന്നില്ലേ, നമ്മൾ പഠിച്ച പോലെ സ്റ്റേറ്റർ, റോട്ടർ, ഈ രണ്ട് കോയിൽ നമുക്കവിടെ കാണാം. ആദ്യം നമുക്ക് സ്റ്റേറ്റർ കോയിൽ നോക്കാം. ഈ സ്റ്റേറ്റർ കോയിലാണ് വൈദ്യുതി ഉണ്ടാവുന്നത്. ഇത് ഒരു ലാമിനേറ്റഡ് ഷീറ്റ് കൊണ്ട് ഒരു സ്ലോട്ടുകളാക്കിയിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കോയിൽസ് ഇറക്കി വെച്ചിട്ടുണ്ടാണ്. ചെമ്പ് കമ്പി 3 സെറ്റ് ചെമ്പ് കമ്പിയാണ്. 3 സെറ്റും 120 ഡിഗ്രിയിലാണ് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് നമുക്ക് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി എല്ലാത്തിൻ്റെയും ഒരറ്റം എന്ത് ചെയ്തു, 3 സെറ്റ് കോയിലിൻ്റെ ഒരറ്റം ഒരുമിച്ച് കണക്ട് ചെയ്ത് അത് ന്യൂട്രൽ പോയിൻ്റ് ആക്കി. ഒരു കോയിലല്ലേ, അപ്പോൾ രണ്ടറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ മറ്റേ അറ്റം നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുക്കും. പിന്നെ നമുക്ക് അതിൻ്റെ പിന്നിൽ റെഗുലേറ്ററും റെക്ടിഫയറും കാണാം. ആ റെക്ടിഫിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. കാരണം നമ്മളെ വണ്ടിയിൽ എന്താ ഉപയോഗിക്കുക, വൈപ്പർ, എ സി, ബാറ്ററി, ഇതൊക്കെ ഡി സിയിലല്ല വർക്ക് ചെയ്യുന്നത്. പക്ഷേ അൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, അതായത് എ സി കറണ്ടാണ് ഉണ്ടാക്കുക. അതിനെ ഡി സി ആക്കാൻ വേണ്ടിയിട്ടാണ് റെക്ടിഫയർ. ഇനി റോട്ടറിലേക്ക് നോക്കാം. ഇത് അൾട്ടർനേറ്ററിൻ്റെ സെൻട്രൽ ഭാഗമാണ്. ഇവിടെ ഒരു കമ്പിച്ചുരുളുണ്ട്. ഇതൊരു പച്ചിരുമ്പിൻ്റെ മുകളിലെ ചുറ്റി വെക്കുക. പിന്നിലുള്ള 2 സ്ലിപ്പ് റിങ് ഉണ്ടല്ലോ, അതിലേക്ക് ഓരോ അറ്റവും ഘടിപ്പിക്കും. ഈ സ്ലിപ്പ് റിങ്ങിലേക്ക് കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്പ്രിങ്ങോട് കൂടി ഒരു കാർബൺ ബ്രഷ് എന്ത് ചെയ്യും, ഇതുമ്മ വെക്കും. എപ്പോഴും അമർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, സ്പ്രിങ് വെക്കുന്നത്. ഇപ്പോൾ തേയ്മാനം ഉണ്ടാകുമ്പോഴും എന്ത് ചെയ്യും, അമർന്നിരുന്നോളും. ഇനി കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് കേട്ടോ കറണ്ട് കൊടുക്കുക. ബാറ്ററിയിൽ നിന്ന് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ കോയിലിൽ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. ചിത്രത്തിൽ കണ്ടില്ലേ, കാന്തിക മണ്ഡലം എന്ത് ചെയ്യും, അതിന് ചുറ്റും ഉണ്ടാവും. ഈ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, 2 അയൺ കോറ് നമ്മുടെ വിരലിൽ യോജിപ്പിച്ച് വെച്ച മാതിരി പോലെ വെക്കും. അപ്പോൾ എന്ത് ചെയ്യും, കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി കൂടും. ഈ അയൺ കോറിൻ്റെ 2 അറ്റവും കാന്തിക ധ്രുവത്തിൻ്റെ സൗത്ത് പോളും നോർത്ത് പോളും ആയി ആക്ട് ചെയ്യും. ബാറ്ററിയുടെ കറണ്ട് കൊടുത്തുകൊണ്ടിരിക്കില്ല, അപ്പോൾ കാന്തിക മണ്ഡലം ഉണ്ടാവും. ഇത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എൻജിനിലേക്ക് ബെൽറ്റ് മുഖേന ഈ ആൾട്ടർനേറ്ററിനെ ബന്ധിപ്പിക്കും. അപ്പോൾ എൻജിൻ കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ആൾട്ടർനേറ്ററും കറങ്ങും. എൻജിൻ മെല്ലെ കറങ്ങുമ്പോൾ ആൾട്ടർനേറ്റർ മെല്ലെ, എൻജിൻ സ്പീഡ് കറങ്ങുമ്പോൾ ആൾട്ടർനേറ്റർ സ്പീഡിലും കറങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, ഈ റോട്ടറും കറങ്ങും, ആൾട്ടർനേറ്ററിൻ്റെ റോട്ടറും കറങ്ങും. ബാറ്ററിയിൽ നിന്ന് കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അവിടെ കാന്തിക മണ്ഡലം ഉണ്ടാവില്ലേ, അതിൻ്റെ ചുറ്റുമല്ലേ ഈ അനങ്ങാതെ നിൽക്കുന്ന സ്റ്റേറ്റർ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റർ കോയിൽ എന്ത് ചെയ്യും, ഈ കാന്തിക മണ്ഡലം ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പോൾ ആ സ്റ്റേറ്റർ കോയിൽ എന്ത് ചെയ്യും, കറണ്ട് ഉണ്ടാവും. 3 സെറ്റ് കോയിലല്ലേ, അപ്പോൾ 3 സെറ്റ് കറണ്ട് ഉണ്ടാവും. 3 സെറ്റ് കോയിലും ഉണ്ടാകുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഈ എ സി വൈദ്യുതിയെ ഡി സി ആക്കാൻ വേണ്ടി നമ്മൾ റെക്ടിഫിക്കേഷൻ ഉപയോഗിക്കും. ഈ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ആൾട്ടർനേറ്ററിൻ്റെ പിന്നിൽ ഡയോഡുകൾ വെക്കും. എത്ര ഡയോഡ് വെക്കേണ്ടത്, 3 സെറ്റ് ചുറ്റുകളല്ലേ, ഒരു സെറ്റ് ചുറ്റിന് 2 ഡയോഡ് വീതം, ടോട്ടൽ 6 ഡയോഡ് വെക്കും. ഇപ്പോൾ കണ്ടില്ലേ, ആൾട്ടർനേറ്ററിൻ്റെ റോട്ടർ കാന്തമാക്കി മാറ്റാൻ വേണ്ടി ആദ്യം നമ്മൾ വൈദ്യുതി എടുത്തിരുന്നത് എവിടെ നിന്നാണ്, ബാറ്ററിയിൽ നിന്നാണ്. പക്ഷേ ആൾട്ടർനേറ്റർ ഒന്ന് ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഡയോഡ് ഡി സി ആക്കി മാറ്റിയില്ലേ കറണ്ടിനെ. അപ്പോൾ എന്താ ഇവിടെ ചെയ്തത്, ബാറ്ററിയിൽ നിന്ന് റോട്ടറിലേക്ക് കൊടുക്കുന്ന ആ കറണ്ടിനെ അവിടെ കട്ട് ചെയ്തു. എന്നിട്ട് ഈ ആൾട്ടർനേറ്റർ ഉണ്ടാക്കുന്ന കറണ്ട് തന്നെ ഡി സി ആക്കി മാറ്റിയിട്ട് കാർബൺ ബ്രഷ് മുഖേന നേരിട്ട് ആൾട്ടർനേറ്ററിൻ്റെ
റോട്ടറിലേക്ക് നൽകി. അപ്പോൾ ആൾട്ടർനേറ്ററിൻ്റെ റോട്ടർ എന്ത് ചെയ്യും? വീണ്ടും കാന്തമാകും. അങ്ങനെ വീണ്ടും പ്രോസസ്സ് നടക്കും. നമ്മളെന്തിനാണ് വെറുതെ ബാറ്ററിയിൽ നിന്ന് അത്രയും ദൂരെ നിന്ന് വൈദ്യുതി കൊണ്ട് വരുന്നത്? ഇതും വൈദ്യുതി തന്നെയല്ലേ? അപ്പോൾ നേരെ ഇവിടുന്നും കൂടി എടുത്താൽ പോരെ? ഇതുകൂടി ഈ സർക്യൂട്ടിലുണ്ട്. അപ്പോൾ ഈ ആൾട്ടർനേറ്ററിൽ നിന്നുള്ള വൈദ്യുതിയെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിച്ചിട്ട് തിരികെ ബാറ്ററിയിൽ നിന്ന് ഈ കാന്തമാക്കി മാറ്റാൻ വേണ്ടി കൊണ്ടുവരുന്നതിനേക്കാട്ടിലും എളുപ്പമാണ് എന്ത്? ആൾട്ടർനേറ്ററിൻ്റെ ഡയോഡിൽ നിന്നും ഡയറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുന്നത്. ഇനി റെഗുലേറ്ററിൻ്റെ കാര്യം നോക്കാം. വണ്ടി സ്പീഡിൽ ഓടുമ്പോൾ ഒരുപാട് വോൾട്ടേജ് ഉണ്ടാവും. അത് നമ്മുടെ വാഹനങ്ങളുടെ ഭാഗങ്ങളെ വളരെ സാരമായിട്ട് ബാധിക്കും, കേടുവരുത്താൻ കാരണമാകും. അപ്പോൾ ഇത് നിയന്ത്രിച്ചിട്ട് നമ്മുടെ വാഹനങ്ങൾക്ക്, അതുപോലെ വാഹന കമ്പോണൻറ്റ്, ബാറ്ററി, ലൈറ്റ് മുതലായവയ്ക്ക് അനുയോജ്യമായ വോൾട്ടേജ്, 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററിയാണല്ലോ നമ്മൾ ഉപയോഗിക്കുക. ഏകദേശം അതിനോട് അനുയോജ്യമായ വോൾട്ടേജ് മാത്രം റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൾട്ടർനേറ്ററിൻ്റെ പിന്നിൽ റെഗുലേറ്റർ സർക്യൂട്ട് കൂടി ഉപയോഗിക്കുന്നത്. ഈ റെഗുലേറ്റർ ആൾട്ടർനേറ്ററിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിനെ സെൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് കൂടുതലാണെങ്കിലോ കുറവാണെങ്കിലോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റായ, അതായത് റോട്ടർ ഉണ്ടല്ലോ ആൾട്ടർനേറ്ററിൻ്റെ, ആ കാന്തം ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലേ, അതിലേക്കുള്ള കറണ്ടിനെ മാറ്റി മാറ്റി കൊടുത്തിട്ട് ആൾട്ടർനേറ്ററിൽ നിന്നും ലഭിക്കുന്ന വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യും. അതായത് എപ്പോഴും ആൾട്ടർനേറ്ററിൻ്റെ വോൾട്ടേജ് സെൻസ് ചെയ്യും. വോൾട്ടേജ് ഒരു പരിധിയിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഈ റെഗുലേറ്റർ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റായ റോട്ടറിലേക്ക് വൈദ്യുതി കൊടുത്താലല്ല അത് കാന്തമാകുക. അപ്പോൾ അതിലേക്ക് കൊടുക്കുന്ന കറണ്ടിനെ ഇതിനനുസരിച്ചിട്ട് മാറ്റും. കൂടുതലാണെങ്കിൽ ഒരുപാട് വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് കൊടുക്കുന്ന കറണ്ടിൻ്റെ അളവ് സ്റ്റെപ്പ് ഇടവിട്ടിട്ട് ഒരു ട്രാൻസിസ്റ്റർ മുഖേന സ്റ്റെപ്പായിട്ട് കുറച്ച് കൊടുത്തിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുക ആൾട്ടർനേറ്ററിൻ്റെ. നമുക്കിതിൽ കാണാം. നമ്മുടെ റോട്ടറിൻ്റെ കാന്തിക ശക്തി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ആൾട്ടർനേറ്റർ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് സിമ്പിളായിട്ട് പറയാം. നമ്മുടെ റെഗുലേറ്റർ കൂടി ഇപ്പോൾ ഈ സർക്യൂട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ AC DC ആക്കി മാറ്റുന്ന ഡയോഡ് ട്രയോ ഉണ്ടല്ലോ, ഡയോഡ് ട്രയോ എന്ന് പറയുന്നതിൽ നിന്നാണ് റെഗുലേറ്ററിലേക്കുള്ള ഇൻപുട്ട് കണക്ഷൻ. ഔട്ട്പുട്ട് കണക്ഷൻ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിനെയല്ലോ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ബ്രഷിലേക്ക് കൊടുക്കുന്നു. ഇനി നമ്മുടെ റെക്ടിഫയർ ഉണ്ടല്ലോ, അവിടെ നിന്ന് നേരെ DC ഔട്ട്പുട്ട് ബാറ്ററിയിലേക്കും അവിടെ നിന്നൊരു വോൾട്ടേജ് സെൻസർ സിഗ്നൽ കൂടി റെഗുലേറ്ററിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വോൾട്ടേജ് വേരി ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് റോട്ടറിനെ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മുടെ ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മുടെ വാഹനങ്ങളുടെ കമ്പോണൻറ്റിനെ സാരമായി ബാധിക്കാതെ സംരക്ഷിക്കുന്നത്. നമുക്കിനി സ്റ്റാർട്ടിംഗ് സിസ്റ്റം, ചാർജിങ് സിസ്റ്റം ഒരുമിച്ചൊന്ന് നോക്കാം. ബാറ്ററി എർത്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്റ്റാർട്ടിംഗ് മോട്ടറും ആൾട്ടർനേറ്ററും ലോഡ്സും എർത്ത് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ടൈമിൽ നമ്മുടെ ബാറ്ററിയിൽ നിന്നാണ് കറണ്ട് എടുക്കുക, അതുപോലെ തന്നെ ആ ലോഡും ബാറ്ററിയിൽ നിന്നെടുക്കും. ഓക്കെ ആണോ? പക്ഷേ എങ്ങാനും വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം നമ്മൾ ആൾട്ടർനേറ്ററിൽ നിന്നും വൈദ്യുതി ലോഡിലേക്കും എടുക്കും. സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കമ്പോണൻറ്റും എർത്ത് ചെയ്യും. ഇനി നമുക്ക് ഒരു ആൾട്ടർനേറ്ററിൻ്റെ സിമ്പിൾ ഡിസൈൻ കാണാം. ആൾട്ടർനേറ്ററിലേക്ക് നമുക്കറിയാപ്പോൾ ഫീൽഡിലേക്ക്, അതായത് ഇലക്ട്രോ മാഗ്നറ്റ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു റോട്ടറിലേക്ക് ഒരു ഫീൽഡ് വൈൻഡിങ് കൊടുക്കണം. ഒരു ഫീൽഡ് വൈൻഡിങ് കൊടുത്തു. F എന്നുള്ളതാണ് ഫീൽഡ് വൈൻഡിങ്. അതുപോലെ നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യണ്ടേ, വോൾട്ടേജ് സെൻസ് ചെയ്യണ്ടേ, അധികമാണോ കൂടുതലാണോ എന്നൊക്കെ അറിയണ്ടേ, അതിനൊരു വോൾട്ടേജ് സെൻസ് ലൈനും വേണം. പിന്നെ ബാറ്ററിയിലേക്കുള്ള ഒരു കണക്ഷനും വേണം. ഇത് നമ്മുടെ റെക്ടിഫിക്കേഷൻ്റെ നമ്മൾ പഠിക്കേണ്ട ചിത്രമാണ്. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോയിലുണ്ട് ഇവിടെ, 120 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ഡയോഡിൻ്റെ ഫോർവേഡ് ബയസിൻ്റെ നമുക്കറിയാം കറണ്ട് കടത്തിവിടും. നമുക്കതൊന്ന് കണ്ടു വെക്കാം. ഈ കാന്തിക മണ്ഡലം മാറുമ്പോൾ അവിടെ കറണ്ടിനെ ബ്ലോക്ക് ചെയ്യണത് കണ്ടോ നിങ്ങൾ? അതുപോലെ തന്നെ 3 ഡയോഡിൻ്റെ കേസിലും ഉണ്ടാവും. 3 കോയിലും, അതായത് 3 സെറ്റ് ചുറ്റുകളും എന്തുകൊണ്ടാണ് ഇപ്പോൾ 120 ഡിഗ്രി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായോ? ആ അഗ്രഭാഗം, കാന്തത്തിൻ്റെ അഗ്രഭാഗം, അവിടെയാണ് കൂടുതൽ കാന്തിക മണ്ഡലം ഉണ്ടാവുക. അത് വേസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 120 ഡിഗ്രിയിൽ 3 സെറ്റ് ചുറ്റുകൾ വെച്ചിട്ടുള്ളത്. ഓരോ ഡയോഡും കണ്ടോ എപ്പോഴൊക്കെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് കടത്തി വിടുന്നതെന്ന് കണ്ടോ?
ഇനി റെഗുലേറ്ററിൻ്റെ വർക്കിംഗ് കൂടി ഒന്ന് നോക്കാം. നമ്മുടെ വോൾട്ടേജിൻ്റെ അളവ് കൂടുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സെൻസർ കൺട്രോൾ കണ്ടോ നിങ്ങൾ? ട്രയോ എന്ന് പറയുന്ന ഡയോഡ്, അതായത് നമ്മുടെ റോട്ടറിനെ കാന്തമാക്കി മാറ്റുന്ന ഡയോഡ് ട്രയോ, അതിൽ നിന്നും ഒരു കണക്ഷനും അതുപോലെ ബാറ്ററിയിൽ നിന്നും ഒരു കണക്ഷനുമാണ് പോകുന്നത്. അവിടെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട്. അത് ഭയങ്കര ഹൈ സ്പീഡ് സ്വിച്ചാണ്. ഹൈ സ്പീഡ് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു സർക്യൂട്ടാട്ടോ, നമ്മൾ പഠിക്കേണ്ട സർക്യൂട്ട് ഇതാണ്. ഈ ട്രാൻസിസ്റ്റർ എലമെൻ്റാണ് നമ്മുടെ റെഗുലേറ്ററിൻ്റെ ഒരു മെയിൻ ഭാഗം. ഈ സ്വിച്ച് പെട്ടെന്ന് നമ്മുടെ സിഗ്നലിനെ സെൻസ് ചെയ്യും. വോൾട്ടേജ് ഒരു പരിധിയിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ റോട്ടോറിലേക്ക് പോണ ഡയോഡിൽ നിന്നും റോട്ടറിനെ കാന്തമാക്കി മാറ്റാൻ വേണ്ടി പോകുന്ന ആ കറണ്ടിനെ ഇത് ഓഫാക്കി കളയും. ഉടൻ തന്നെ ഓണാക്കുകയും ചെയ്യും. അങ്ങനെ ഇത് കണ്ടോ, ഓഫാക്കുക ഓണാക്കുക, അങ്ങനെ 1000കണക്കിന് തവണ ചെയ്യും. അപ്പോൾ ആൾട്ടർനേറ്ററിൽ നിന്നും വരുന്ന കറണ്ടിനും അതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ വോൾട്ടേജിനും അതിനനുസരിച്ചിട്ട് കുറവുണ്ടാവും. അതാണ് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ റെഗുലേറ്ററിൻ്റെ ധർമ്മം. അങ്ങനെ നമ്മുടെ വാഹനങ്ങളിലെ സിസ്റ്റം കമ്പോണൻറ്റ് സംരക്ഷിക്കപ്പെടുന്നു. ഈ സർക്യൂട്ട് നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കൊന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്തു വെക്കാം. ആദ്യം നമ്മുടെ ആൾട്ടർനേറ്ററിൽ ഇലക്ട്രോ മാഗ്നറ്റ് ആകുന്ന റോട്ടറുണ്ട്. അതാണ് കാന്തമാക്കി മാറ്റുക. അതിലേക്ക് 2 കണക്ഷൻ നമ്മൾ ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്നു. പിന്നെ 3 സെറ്റ് ചുറ്റുകൾ, സ്റ്റേറ്റർ ചുറ്റുകളാട്ടോ. അതിലാണ് നമ്മുടെ അൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാക്കുക. അതാണ് നമുക്ക് പുറത്തേക്ക് ലഭിക്കുക. നമ്മൾ സ്റ്റേറ്റർ കോയിൽ എന്ന് വിളിക്കും. 120 ഡിഗ്രി വ്യത്യാസത്തിലാണ് ഇത് 3 വെച്ചിട്ടുള്ളത്. ഇനി ഓരോ സ്റ്റേറ്റർ കോയിൽ AC വൈദ്യുതി ഉണ്ടാവുക. അതിനെ DC ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയോഡുകൾ ഉപയോഗിക്കും. അങ്ങനെ 6 ഡയോഡുകളും നമ്മൾ ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് 2 ലൈനാണ് കിട്ടുക. 2 ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുക. ഒരു ഡയോഡുകൾ 3 സെറ്റ് ഡയോഡുകളിലെ ഒരു സെറ്റ് നമ്മൾ എർത്ത് കണക്ഷനിലേക്ക് കൊടുക്കും. ഒരു സെറ്റാണ് നമ്മൾ നമ്മുടെ റെഗുലേറ്ററിലേക്ക് അല്ലെങ്കിൽ ബാറ്ററിയിലേക്ക് കൊടുക്കുക. ഈ റെക്റ്റിഫയറിൻ്റെയും ബാറ്ററിയുടെയും ഇടയിലാണ് നമ്മൾ റെഗുലേറ്ററിലേക്കുള്ള കണക്ഷൻ കൊടുക്കുക. കണ്ടില്ലേ, ഒരു സെറ്റ് ഡയോഡ് എർത്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബാറ്ററിയും എർത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത കണക്ഷനാണ് നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക്. ആ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ട്രയോ ഡയോഡിൽ നിന്നാണ് നമ്മൾ റോട്ടർ കാന്തമാക്കാൻ വേണ്ടിയുള്ള വൈദ്യുതി നൽകുക. ആൾട്ടർനേറ്റർ ഒന്ന് റണ്ണാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ ഓഫാക്കി വെക്കുകയും പിന്നെ തുടർന്നുള്ള ഇലക്ട്രോ മാഗ്നറ്റിലേക്കുള്ള കണക്ഷൻ ട്രയോ ഡയോഡിൽ നിന്നാണ് എടുക്കുക. അതുപോലെ തന്നെ വോൾട്ടേജ് ഒരു പരിധിയിൽ കൂടുതൽ കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസിസ്റ്റർ ഓൺ ആവുകയും നമ്മുടെ സർക്യൂട്ടിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു.